ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ ഗുണ്ടകൾ പറഞ്ഞ അതേ നമ്പറുള്ള ഓട്ടോയിൽ കയറി പോവുകയാണ്. ഗുണ്ടകൾ കൊടുത്തിട്ടുള്ള ലൊക്കേഷനിൽ പോയി മയക്കുമരുന്ന് വാങ്ങാൻ വേണ്ടിയാണ് സൂര്യ പോകുന്നത്. ഈ സമയം സൂര്യയുടെ കാര്യത്തെക്കുറിച്ച് ഗുണ്ടാ തലവൻ ഗംഗയോട് വന്ന് പറയുകയാണ്. സൂര്യയെ എത്രയും പെട്ടെന്ന് പത്മയുടെ മകൻ സൂര്യയെ ഇനി പോലീസുകാർ നോക്കിക്കോളും. ഇനി ഒരിക്കലും സൂര്യയ്ക്ക് പുറം ലോകം കാണാൻ കഴിയില്ല. പത്മയുടെ സ്വത്തുക്കളെല്ലാം വിറ്റ പോലും സൂര്യയെ ഒരിക്കലും പുറത്തിറക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് സൂര്യ അകത്തായാൽ ഉടനെ തന്നെ നന്ദിനിയെ കൊന്നുകളയാനാണ് ഗംഗ പറയുന്നത്. അങ്ങനെ അവർ തീരുമാനങ്ങളൊക്കെ നിശ്ചയിച്ച ശേഷമാണ് ഗുണ്ടാ തലവൻ ഇനി ഗോഡൌണിലേക്ക് പോവാൻ ഒരുങ്ങുന്നത്. ഈ സമയം പത്മയുടെ വീട്ടിൽ എല്ലാ ഗസ്റ്റുകളും വന്ന് പത്മയെ പുകഴ്ത്തി സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ യതീന്ദ്രനെ ചോദിക്കാട്ടോ. അങ്ങനെ വിജയനും ഇന്ദ്രജയും യതീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ യതീന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല എന്ത് ഡാഡി ഡ്രസ്സൊന്നും മാറാതിരിക്കുന്നത്, പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാനിപ്പോൾ ഇട്ട ഈ ഡ്രസ്സിന് എന്താണ് ഒരു കുഴപ്പമുള്ളത്, ഡാഡി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഡാഡിക്ക് എന്താ അമ്മ വാങ്ങിച്ചു തന്ന ഈ പുതിയ ഡ്രസ്സ് ഇട്ടൂടെ, ഇത് അമ്മ പ്രത്യേകം ഡാഡിക്ക് വേണ്ടി വാങ്ങിയതാണ്, ഇത് തന്നെ ഡാഡി ഇട്ടിട്ട് വേണം താഴേക്ക് ഫംഗ്ഷനിൽ വരാൻ, ഡാഡി പെട്ടെന്ന് മാറാൻ നോക്കി എന്ന് പറയുമ്പോൾ യതീന്ദ്രന് തീരെ താല്പര്യമില്ലാതെ ഇരിക്കുമ്പോൾ ഇന്ദ്രജയും വിജയനും കൂടി നിർബന്ധിച്ച് യതീന്ദ്രനെ കൊണ്ട് ഡ്രസ്സൊക്കെ മാറിയ ശേഷം അവർ 3 പേരും കൂടി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഈ സമയം നന്ദിനി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കേട്ടോ. നന്ദിനി അവിടെ നിന്നും എണീറ്റ ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഗുണ്ടകളൊക്കെ ഒന്ന് ചെറുതായിട്ട് മയങ്ങുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കാതെ നന്ദിനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് മറ്റൊരു ഗുണ്ട അവിടേക്ക് വരുന്നത്. എന്നിട്ട് എവിടേക്കാണാവോ പാത്തും പതുങ്ങിയും പോകുന്നത്, നീ രക്ഷപ്പെടാനുള്ള ഉദ്ദേശത്തിലാണോ പുറത്തിറങ്ങുന്നത്, എങ്കിൽ നിനക്ക് തെറ്റി, നിനക്ക് ഒരിക്കലും ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് പുറത്തു പോവാനും കഴിയില്ല, രക്ഷപ്പെടാനും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നന്ദിനി ഒന്ന് ആലോചിക്കുകയാണ് കേട്ടോ, ഇവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന്. അങ്ങനെ നന്ദിനി പറയുന്നത്, അത് പിന്നെ എനിക്ക് ബാത്റൂമിലേക്ക് പോവാനായിരുന്നു എന്ന് പറയുമ്പോൾ, ബാത്റൂമിലേക്ക് പോവാൻ എന്തിനാ ഇങ്ങനെ ഒച്ചയുണ്ടാക്കാതെ വരുന്നത്, നിനക്കങ്ങ് പറഞ്ഞാൽ പോരെ, ഞാൻ കാണിച്ചു തരാം ബാത്റൂം എന്ന് പറഞ്ഞ് നന്ദിനിയെയും കൊണ്ട് ആ ഗുണ്ട ഒരു ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോവാട്ടോ. അങ്ങനെ നന്ദിനിയെ കെട്ടിവെച്ചതൊക്കെ അഴിച്ചു കൊടുക്കുകയാണ് ഗുണ്ട. എന്നിട്ട് ബാത്റൂം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നന്ദിനി ബാത്റൂമിനകത്ത് കയറിയ ശേഷം കുറ്റിയിട്ട് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ബാത്റൂമിൽ നിന്നും രക്ഷപ്പെടാൻ നന്ദിനിക്ക് ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാവാണ്. ഈ സമയം സൂര്യഗുണ്ടകൾ പറഞ്ഞ മയക്കുമരുന്നിൻ്റെ പൊതി വാങ്ങിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ പെട്ടെന്നാണ് സൂര്യയുടെ പോയിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയെ കുറുകെ ആയിട്ട് ഒരു ബൈക്ക് വന്ന് നിർത്തുന്നത്. എന്നിട്ട് അയാളാണ് സൂര്യയുടെ കയ്യിൽ ആ മയക്കുമരുന്നിൻ്റെ പൊതി കൊടുക്കുന്നത്. അത് വാങ്ങിച്ച ശേഷം വീണ്ടും പോവുകയാണ് കേട്ടോ സൂര്യ. അപ്പോൾ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തത് കൊണ്ട് സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി സൂര്യ ഓട്ടോക്കാരനോട് പറയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പോലീസുകാരുടെ ചെക്കിങ് നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെയായിട്ട് ബൈക്കും കാറും ലോറിയും എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെക്കിങ് നടക്കുന്നത് കണ്ടതോടുകൂടി സൂര്യ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ഇനിയിപ്പോൾ ഇവരുടെ കയ്യിലെങ്ങാനും പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാനും കഴിയില്ല, എൻ്റെ നന്ദിനിയെ രക്ഷപ്പെടുത്താനും കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സൂര്യ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. പോലീസുകാർ പരിശോധനയ്ക്കിടയിൽ 2 ആളുകൾ ബൈക്കിൽ പോലീസുകാരുടെ മുന്നിൽ വന്ന് ചാടുന്നുണ്ട്. അങ്ങനെ അവരുടെ ബാഗ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 2 പേരും പെട്ടെന്ന് പോലീസിന് പിടികൊടുക്കാതെ ഓടിപ്പോവുകയാണ്. അപ്പോഴത്തേക്കും പോലീസുകാർ അവരെ 2 പേരെയും പിടികൂടുകയാണ് കേട്ടോ. എന്നിട്ട് അവരുടെ ബാഗ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അതിൽ മയക്കുമരുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് അവരോട് ചോദിക്കുകയാണ്. അങ്ങനെ പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ സൂര്യ കാണുന്നുണ്ട്. അതോടുകൂടി സൂര്യയ്ക്ക് സൂര്യയുടെ കയ്യിലുള്ള മയക്കുമരുന്ന് ഇവരുടെ കയ്യിൽ കിട്ടിയാൽ എന്നെ പിന്നെ അപ്പോൾ തന്നെ അകത്താക്കും, അതുകൊണ്ട് ഇവർക്ക് പിടികൊടുക്കരുത് എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് സൂര്യ അവിടെ നിന്നും ഓടിപ്പോകുന്നത്. അങ്ങനെ സൂര്യ ഓടിപ്പോകുന്നത് കാണുമ്പോൾ പോലീസുകാർക്കൊരു പന്തികേട് തോന്നുകയാണ്. ഇയാളെ പരിശോധിക്കുന്നതിൻ്റെ മുന്നേ ഇയാൾ ഓടുന്നുണ്ടല്ലോ, ഇയാളുടെ കയ്യിൽ എന്തോ ഉണ്ട്, എന്തോ ഒരു സാധനവുമുണ്ട്, അപ്പോൾ ഇയാളുടെ കയ്യിലും മയക്കുമരുന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന പോലീസ് സൂര്യയോടൊപ്പം തന്നെ ഓടി പോവുകയാണ്. അങ്ങനെ സൂര്യ അവർ പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സൂര്യ പോലീസിൻ്റെ കയ്യിൽ നിന്നും കൊതറി ഓടുകയാണ്. അങ്ങനെ പോലീസിന് മരുന്ന് വിട്ടുകൊടുക്കാതെയാണ് സൂര്യ അത് പിടിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത്. അങ്ങനെ തൊട്ടുപുറകെയായിട്ട് പോലീസും സൂര്യയോടൊപ്പം ഓടുകയാണ്. അപ്പോഴാണ് സൂര്യ അവിടെ ഒരു ലോറി നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ആ ലോറിക്കാരനാണെങ്കിലോ അതിലെ ലൊക്കേഷനും കാര്യങ്ങളും ചോദിച്ച് അപ്പുറത്തെ ആളോട് സംസാരിക്കാവും. ആ ഒരു ഗ്യാപ്പിലാണ് അയാൾ കാണാതെ സൂര്യ ആ ലോറിക്കകത്ത് കയറുന്നത്. അപ്പോൾ ലോറിക്കകത്ത് അലമാറയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അങ്ങനെ പല സാധനങ്ങളുമുണ്ട്. അതിൽ അലമാറയിൽ കയറി ഒളിച്ചിരിക്കുകയാണ് സൂര്യ. അപ്പോഴത്തേക്കും സൂര്യയുടെ പിറകെ പോലീസുകാർ എത്തുന്നുണ്ട്. പക്ഷേ സൂര്യയെ പിന്നെ അവർക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് പോലീസുകാർ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഈ സമയം ബാത്റൂമിൽ കയറിയ നന്ദിനി ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഇരിക്കുന്ന ഒരു വലിയ വടിയെടുത്ത്
ഗുണ്ടയുടെ തലക്കടിക്കുകയാണ്. അതോടുകൂടി ഗുണ്ട താഴേക്ക് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് ബോധം കെട്ട് വീഴാണ്. അപ്പോൾ വേദന സഹിക്കാതെ അയാൾ വീഴുന്ന സമയത്ത് അയാളുടെ തലയിൽ നിന്നും ചോരയൊക്കെ വരുന്നുണ്ട്. ഗുണ്ട നിലത്ത് വീണതോടുകൂടി നന്ദിനി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഈ ഒരു സൗണ്ട് കേട്ട് മറ്റേ ഗുണ്ടകളൊക്കെ ഓടി വരികയാണ്. എന്തു പറ്റി നിനക്ക് എന്ന് ചോദിക്കുകയാണ്. നന്ദിനി ഓടി രക്ഷപ്പെട്ടു, നന്ദിനി എൻ്റെ തലക്കടിച്ച് അവൾ രക്ഷപ്പെട്ടു, അവളെ വിടരുത് എന്ന് പറയട്ടോ. അങ്ങനെ മറ്റേ ഗുണ്ടകൾ നന്ദിനിയോടൊപ്പം ഓടി പോവുകയാണ്. അതും ബൈക്കിലാണ് അവർ പോകുന്നത് നന്ദിനിയെ പിടിക്കാൻ വേണ്ടി. പക്ഷേ നന്ദിനി പിടി കൊടുക്കാതെ ഓടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവിടെ ഒരു വലിയ ഡ്രം ഉണ്ടാവും, അതിൻ്റെ സൈഡിലാണ് നന്ദിനി ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടു പിറകിലായിട്ട് ഈ ഗുണ്ടകൾ വന്ന് നന്ദിനി അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി ഒച്ചയുണ്ടാക്കാതെ അവിടെ താന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗുണ്ടകൾ അതിൻ്റെ 4 പുറയും തെരച്ചിൽ നടത്തുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നന്ദിനി അവിടെ നിന്നും ഓടുകയാണ് കേട്ടോ. അതോടുകൂടി ഗുണ്ടകൾ കാണുകയാണ്, ദേ അവൾ പോകുന്നു എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനിയുടെ പുറകെ അവർ ഓടുകയാണ്. ഓട്ടത്തിനിടയിൽ നന്ദിനി ഒന്ന് വീഴുന്നുണ്ട്. അങ്ങനെ നന്ദിനിയുടെ കയ്യിലൊക്കെ മുറിവൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ നന്ദിനി അവർക്ക് പിടി കൊടുക്കാതെ ഓടി മറ്റൊരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുകയാണ്. ഈ സമയത്ത് വീട്ടിൽ വലിയ ആഘോഷം തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ പത്മയോട് ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടി പറയുകയാണ് വന്നവർ. അങ്ങനെ പത്മയോട് എല്ലാവരും നിർബന്ധിച്ച് പറയുന്നത് കൊണ്ട് പത്മ അവരുടെ മുന്നിൽ വെച്ച് നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന യതീന്ദ്രന് നല്ല ദേഷ്യം പിടിക്കുകയാണ്. നന്ദിനിയും സൂര്യയും വരാതെ ഇവരിങ്ങനെ ആഘോഷിക്കുന്നതൊക്കെ കാണുമ്പോൾ യതീന്ദ്രന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുന്നത് കൊണ്ട് പത്മ ചെറുതായിട്ടൊരു നൃത്തമൊക്കെ ചെയ്യുകയാണ്. പത്മയുടെ ആ ചുവടുവെപ്പുകളൊക്കെ കാണുമ്പോൾ വന്നവരൊക്കെ കൈയടിച്ച് പത്മയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇന്ദ്രജയും വേദയും വിജയനും കൂടി നിർബന്ധിച്ച് പറയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പൂമാല ഇടാൻ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും യതീന്ദ്രനെ വിളിക്കുകയാണ്. അങ്ങനെ യതീന്ദ്രനോട് പത്മയുടെ കഴുത്തിൽ പൂമാല ഇട്ട് കൊടുക്കാൻ പറയണേ. അപ്പോൾ 2 പേരും പൂമാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇന്ദ്രജയും വേദയും കേക്ക് കട്ട് ചെയ്യാൻ പറയട്ടോ. അപ്പോൾ പത്മ യതീന്ദ്രനോട് പറയണേ, എന്നാൽ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണേ, ഇല്ല, സൂര്യ പറഞ്ഞതാണ്, സൂര്യ നന്ദിനിയുമായിട്ട് തിരിച്ചെത്തും എന്നുള്ളത് വാക്ക് പറഞ്ഞതാണ്, വെല്ലുവിളി നടത്തിയതാണ്. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ സൂര്യയും നന്ദിനിയും ഇവിടെ എത്തും, അതുകൊണ്ട് ഇപ്പം തന്നെ കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പത്മ യതീന്ദ്രനോട് സ്വകാര്യത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, അവൾ ഒരിക്കലും വരില്ല, നന്ദിനി ഇവിടേക്ക് വരില്ല, നന്ദിനി ഒരിക്കലും സൂര്യക്ക് കണ്ടുപിടിക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണ, അല്ല നിനക്കെന്താ ഇത്ര തറപ്പിച്ച് പറയില്ല? അപ്പോൾ സൂര്യ പറയുന്നത് പോലെ പത്മ, നീ തന്നെയാണോ നന്ദിനിയെ കടത്തി വെച്ചത്, നീ തന്നെയാണോ നന്ദിനിയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പത്മ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ അത്തരക്കാരിയല്ല, അങ്ങനെ തരം താഴാനൊന്നും എന്നെ കിട്ടില്ല, എനിക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്, എനിക്കൊരു അന്തസ്സുണ്ട്, അത് വിട്ട് ഞാൻ ഒരിക്കലും പെരുമാറില്ല, എനിക്കെന്തിനാണ് ആ വേലക്കാരിയെ ഒളിപ്പിച്ച് നിർത്തേണ്ട ആവശ്യം, എനിക്കതിൻ്റെ ഒരു ആവശ്യവുമില്ല, അവൾ മനഃപൂർവ്വം ഒളിച്ചു നിൽക്കുന്നതാണ്, എൻ്റെ ഈ വിവാഹാഘോഷം നടത്താതിരിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഒളിച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ യതീന്ദ്രൻ പറഞ്ഞു, എന്താ പത്മ നീ പറയുന്നത്, ഇങ്ങനെ ഒരു വിവാഹ വാർഷികത്തിനെ കുറിച്ച് നമുക്കാർക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല, നന്ദിനിയാണ് പറഞ്ഞത്, അങ്ങനത്തെ നന്ദിനി എന്തിനാണ് ഈ വിവാഹാഘോഷം മുടക്കാൻ വേണ്ടി നോക്കണം, അതൊന്നുമല്ല സത്യം. അപ്പോൾ പത്മ പറയുന്നത്, അവൾ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അവിടെ ഉണ്ടാകുന്ന സമയത്ത് അവളെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ ആരെങ്കിലും കാണില്ലേ, പെട്ടെന്ന് അവളെ കാണാതായിട്ടുണ്ടെങ്കിൽ അവൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക തന്നെയായിരിക്കും, അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ല, അങ്ങനെ അവളെ പലതവണ കാണാതായിട്ടുണ്ടല്ലോ, എന്നിട്ട് ആരെങ്കിലും ഒരാൾ അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവരും, അതുപോലെ പോലീസുകാരും ഈ സമയത്തിനുള്ളിൽ അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടതല്ലേ, അതുകൊണ്ട് ഇപ്പോഴും അവളെ കാണാത്തതിൻ്റെ പിറകിൽ അവൾ എവിടെയോ ഒളിച്ചിരിക്കുക തന്നെയാണ്, അല്ലാതെ ഇതിൻ്റെ പിറകിൽ മറ്റൊന്നുമല്ല, അവളുടെ ഉദ്ദേശം ഈ വിവാഹാഘോഷം മുടക്കണം എന്ന് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ കേക്ക് കട്ട് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറഞ്ഞു, ഇല്ല, സൂര്യ വരട്ടെ, സൂര്യ വരാതെ ഞാൻ കേക്ക് കട്ട് ചെയ്യില്ല, അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് യതീന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോവാട്ടോ. അതോടുകൂടി പത്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ കൂടിയവരെല്ലാവരും ഇന്ദ്രജയും വേദയും വിജയനും അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് പത്മയോട് നൃത്തച്ചുവടുകൾ വെക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെയാണ് പത്മ ചെറുതായിട്ട് നൃത്തമൊക്കെ ചെയ്യുന്നത്. ഈ സമയം സൂര്യ ഒളിച്ചിരിക്കുന്ന ആ ലോറി ഗോഡൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ വെച്ച് ഓരോ ആളുകളോടും ഈ ഗോഡൗൺ എവിടെയാണുള്ളത് എന്ന് അഡ്രസ്സ് കാണിച്ചു കൊടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ കുറച്ച് ദൂരം ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴാണ് നന്ദിനിയുടെ പുറകെ ഈ ഗുണ്ടകൾ ഓടി വന്ന ഗുണ്ടകൾ നന്ദിനിയെ കാണാഞ്ഞിട്ട് അവിടെയൊക്കെ തിരഞ്ഞു നോക്കുന്നത്. അപ്പോഴത്തേക്കും നന്ദിനി ഈ ലോറി വന്ന് നിൽക്കുന്ന സമയത്ത് നന്ദിനി ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ച് ആ ലോറിക്കകത്ത് കയറുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജിൽ കയറി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ
ലോറിയിൽ സൂര്യയും നന്ദിനിയുമായിട്ട് ലോറി അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ ഗുണ്ടകൾ വരുന്നത്. അപ്പോൾ അതിലെ ആൾ ചോദിക്കുകയാണ്, ഈ ഗോഡൗൺ എവിടെയാണുള്ളത്, നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ പറയണ, ഇത് ഞങ്ങളുടെ ഗോഡൗൺ ആണല്ലോ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വന്നാൽ മതി എന്ന് പറയണ. അങ്ങനെ ആ ലോറി ഗുണ്ടകളുടെ പുറകെ അവർ ബൈക്കുമായിട്ട് അങ്ങ് പോവുകയാണ്. പുറകെ ലോറിയും ചെല്ലുകയാണ്. അങ്ങനെ ഗോഡൗണിനകത്തേക്ക് ലോറി കയറ്റിയ ശേഷം അതിൽ നിന്നും അലമാറയും ഫ്രിഡ്ജും ഒക്കെ താഴെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇറക്കുന്ന സമയത്ത്, ഇതെന്താ ഈ അലമാരയ്ക്കും ഈ ഫ്രിഡ്ജിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് അവർ ഗോഡൗണിനകത്തേക്ക് കയറ്റുന്നത്. അവിടെയുള്ളവർ എല്ലാവരും അവരുടെ ജോലികൾ ചെയ്യുകയാണ് കേട്ടോ. മയക്കുമരുന്ന് ഈ അലമാരയിലും ഫ്രിഡ്ജിലുമൊക്കെ കയറ്റി അയക്കാനുള്ള ഉദ്ദേശത്തിലാണ് അവർ. അതിനു വേണ്ടി ഫ്രിഡ്ജാണ് ആദ്യം തുറക്കുന്നത്. എന്നിട്ട് ഈ ചരക്ക് അതിലേക്ക് വെക്കാൻ നോക്കുമ്പോഴാണ് അതിൽ നന്ദിനി ഒളിച്ചിരിക്കുന്നത് കാണുന്നത്. അതോടുകൂടി ഗുണ്ടകൾ, ദേ അണ്ണ ഇങ്ങോട്ട് നോക്ക്, നമ്മൾ ഇത്രയും നേരം തേടി നടന്ന ആൾ ഇതാ ഇതിൽ തന്നെ ഒളിച്ചിരിക്കുന്നു എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി അതിൽ നിന്നും അങ്ങ് ഇറങ്ങുകയാണ്. അങ്ങനെ ഗുണ്ടകൾ എല്ലാവരും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവൾ നമ്മളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഓടിയിട്ട് അവസാനം ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കാതെ അവളായിട്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ മുന്നിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ നന്ദിനി ഇങ്ങനെ പേടിക്കുകയാണ്. അവർ കളിയാക്കിയ മട്ടിൽ ചോദിക്കുന്നുണ്ട്, എവിടെ നിൻ്റെ ഭർത്താവ് സൂര്യ, നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആളെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹാസത്തോടു കൂടിയാണ് നന്ദിനിയോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സംസാരിക്കുന്നതും എല്ലാം തന്നെ സൂര്യ അലമാരയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യയ്ക്ക് ഒരു സംശയം വരികയാണ്, ഇവരാരെക്കുറിച്ചാണ് ഈ പറയുന്നത്, നന്ദിനിയെക്കുറിച്ചാണോ ഇവർ ഈ പറയുന്നത്, അപ്പോൾ ഞാൻ എത്തേണ്ടിടത്ത് തന്നെയാണോ ഞാൻ എത്തിയിരിക്കുന്നത് എന്നൊക്കെ സൂര്യ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അതിലെ ഒരു ഗുണ്ട സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ സൂര്യയുടെ ഫോൺ റിങ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സൂര്യ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഹലോ എന്ന് പതിയെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഗുണ്ട പറയുകയാണ്, അല്ല നിങ്ങൾക്ക് പാർസൽ കിട്ടിയോ, എന്നിട്ട് നിങ്ങളതെന്താ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരാത്തത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഫോണിലേക്ക് ഞാനിപ്പോൾ ലൊക്കേഷൻ അയക്കുന്നുണ്ട്, ആ ലൊക്കേഷനിലേക്ക് നിങ്ങൾ വരണം, എന്നിട്ട് ഞാൻ പറഞ്ഞ പാർസൽ എൻ്റെ അടുത്ത് കൊണ്ടുതരണം എന്ന് പറയട്ടെ. അപ്പോൾ സൂര്യ, അതിനെന്താ, നിങ്ങൾ ലൊക്കേഷൻ അയക്ക്, ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാം എന്ന് പറയട്ടെ. അങ്ങനെ ആ ഗുണ്ട സൂര്യയുടെ ഫോണിലേക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാണ്ടോ. അപ്പോൾ ലൊക്കേഷൻ കിട്ടിയ ഉടനെ തന്നെ സൂര്യയ്ക്ക് മനസ്സിലാവുകയാണ്, ഞാൻ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നന്ദിനി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം സൂര്യയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ സൂര്യ അലമാരയിൽ നിന്നും അങ്ങ് പുറത്തേക്ക് ഇറങ്ങി വരിക കേട്ടോ. അപ്പോൾ സൂര്യയെ കാണുമ്പോൾ നന്ദിനിയും ഗുണ്ടകളൊക്കെ അതിശയിച്ച് പോവാണ്. എന്നിട്ട് ഗുണ്ടകൾ ഒന്നിച്ചങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് ശരി, നീയും ഇതിനകത്തുണ്ടായിരുന്നോ, അപ്പോൾ ഭാര്യയും ഭർത്താവും എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു, അപ്പോൾ ഞങ്ങളുടെ ജോലി എളുപ്പമായി എന്നൊക്കെ പറയണേ. അപ്പോൾ സൂര്യയെ കണ്ട ഉടനെ തന്നെ നന്ദിനി സൂര്യ സാർ എന്ന് പറയുമ്പോൾ, നന്ദിനി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയണം. അങ്ങനെ ഇനി സൂര്യ അവർക്ക് മയക്കുമരുന്നിൻ്റെ ആ പാർസൽ അങ്ങ് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ നന്ദിനിയെ വിട്ടയക്കുമല്ലോ, നിങ്ങൾ എന്നോട് പറഞ്ഞ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അതിനെന്താ, നിനക്ക് നിൻ്റെ ഭാര്യയെ കൊണ്ടുപോവാം എന്ന് പറയട്ടോ. അങ്ങനെ നന്ദിനി സൂര്യ കൈ പിടിച്ചതോടുകൂടി ഗുണ്ടകൾ തനി സ്വഭാവം അങ്ങ് കാണിക്കുകയാണ്. അതോടുകൂടി സൂര്യ ഇനി കണക്കിന് കൊടുക്കുകയാണ് ഗുണ്ടകൾക്ക്. അവസാനം സൂര്യ നന്ദിനിയെ രക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.